ഒന്നാമത് അങ്ങനൊരു വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. രണ്ടാമത് അതുകൊണ്ട് തന്നെ ഒരു ആശങ്കക്കും അവകാശമില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എന്തിനാണ് ആശങ്ക? ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്താ വേറെ? അങ്ങനെ ഒരു ഭാവനയിൽ ആശങ്കപ്പെടാൻ സാധിക്കും. അത് ചിലരുടെ ഭാവനയാണ്. കാരണം കേരളത്തിലെ NCPയെ പ്രവർത്തകന്മാരെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾ വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ പ്രവർത്തകന്മാരുടെയും അണികളുടെയും ഇടയിൽ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ആ പരിപ്പ് ഇവിടുത്തെ വെള്ളത്തിൽ വീഴുകയില്ല എന്ന് അത്തരക്കാരോട് നിങ്ങൾ പ്രത്യേകമായി നിങ്ങളും പറയണമെന്നാണ് എൻ്റെ അപേക്ഷ. ആരായാലും ആശങ്ക പരത്തിയത് നിങ്ങൾ ആരാണോ ആശങ്ക പങ്കുവെക്കുന്നത്, അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവരമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പറയുന്നത്. അവരുടെ വ്യാമോഹമെന്നാണ് ഞാൻ പറഞ്ഞത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCPയിലോ LDFിലോ ഒരു ചർച്ചയും നടക്കുന്നില്ല, ഇനിയൊട്ട് നടക്കുകയുമില്ല. NCPയുടെ ഔദ്യോഗിക പക്ഷം ശരത് പവാർ വിഭാഗമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോ ശരത് പവാർ പക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ അയോഗ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ ശ്രമിച്ചു നോക്കിയാൽ എന്താ സംഭവിക്കാന്ന് അപ്പം മനസ്സിലാവുമല്ലോ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അതാണ് സങ്കല്പം. അങ്ങനെ അയോഗ്യത കൽപ്പിക്കണമെങ്കിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്? മഹാരാഷ്ട്രയിൽ ജയന്ത് പട്ടേൽ അധ്യക്ഷനായ പാർട്ടിയാണ് NCP എന്ന് പറയുന്ന പാർട്ടി. മഹാരാഷ്ട്രയിലെ ജയന്ത് പട്ടേലല്ല NCPയുടെ അധ്യക്ഷൻ. NCPയുടെ അധ്യക്ഷൻ മഹാരാഷ്ട്രയിലെ കരുത്തനായ രാഷ്ട്രീയ നേതാവ്, ദേശീയ നേതാവ് ശരത് പവാറാണ്. ആ ശരത് പവാറിന്റെ കൂടെയാണ് ശരത് പവാറിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയും ഒരു തീരുമാനവും ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല. ശരത് പവാർ ഇപ്പോഴും NCPയുടെ ദേശീയ അധ്യക്ഷനായി തുടരുന്നുണ്ട്. അദ്ദേഹം ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. BJP വിരുദ്ധ രാഷ്ട്രീയ സഖ്യത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായി 2004 മുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ BJP പാളയത്തിൽ കൊണ്ട് കെട്ടാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചിലർ ആലോചിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ നൈരാശ്യത്തിൽ നിന്നാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. ആയിക്കോട്ടെ, അല്ലെന്നാ ഞങ്ങൾ ശരത് പവാറിന്റെ കൂടെ അല്ല, അതല്ലേ ശരത് പവാർ? അല്ലല്ല, അത് ശരത് പവാറാണ്. NCPS എന്ന് പറയുന്നത് ശരത് പവാർ വിഭാഗമാണ്. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ശരത് പവാർ വിഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുക. അല്ലല്ല, പുതിയ പാർട്ടിയല്ല. പാർട്ടി രണ്ടായി മഹാരാഷ്ട്രയിൽ പടർന്നപ്പോൾ രണ്ട് പേരുകൾ, സമാന സ്വഭാവമുള്ള രണ്ട് പേരുകളിൽ ഒന്ന്, മറ്റേത് NCP എന്നല്ല, NCP അജിത് പവാർ വിഭാഗം എന്നാണ് അതിനെയും പറയുന്നത്. അപ്പൊ അതും പുതിയ പാർട്ടിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ അതും പുതിയ. അല്ലല്ല, അത് ഈ 27-ാം തീയതി കഴിഞ്ഞാൽ അത് പോകും. കാരണം അത് അല്ലല്ല, ഞാൻ പറയട്ടെ, അത് മഹാരാഷ്ട്രയിൽ അല്ല, ഇന്ത്യയിൽ 27-ാം തീയതി രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുമായി പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഉത്തരവിലാണ് താങ്കൾ ഈ പറയുന്ന കാര്യം പറയുന്നത്. ആദ്യത്തെ ഉത്തരവ് പ്രകാരം ഞങ്ങളോട് എന്തിനാണ് വേറെ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞത്? തിരിച്ചറിയാനുള്ളൊരു പേര് നിർദ്ദേശിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾ ഇട്ടതല്ലല്ലോ. അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ശരത് ചന്ദ്ര റാവു പവാർ എന്ന പേര് നമ്മൾ കൊടുത്തത്. അത് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം കൊടുത്തതാണ്. അല്ല ഇലക്ഷൻ അല്ലാതെ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എനിക്കതിനെ പറ്റി ഉത്തരം പറയാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? അവർക്ക് അമിത്ഷായെ തൃപ്തിപ്പെടുത്തണം, അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തു എന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്ന ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ MLA മാർക്ക് അയോഗ്യത പ്രഖ്യാപിക്കണ്ടേ? രാജ്യസഭാ സീറ്റിൽ വിപ്പ് കൊടുക്കണ്ടേ? ആ വിപ്പ് കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകണല്ലോ, വിപ്പ് കൊടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ അത്? ആ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ വിഭാഗം എന്ന പേരിൽ ഇപ്പോൾ നിങ്ങൾ വിവക്ഷിക്കുന്ന ആ കൂട്ടത്തിൽ MLA മാരുണ്ടല്ലോ, ആ MLA മാർക്ക് വിപ്പ് കൊടുക്കാനുള്ള അധികാരം ഈ പറയുന്ന അജിത് പവാറും ഇതേ വിഭാഗത്തിനുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ചോദിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനോടാണ്. ഞാൻ മനസ്സിലാക്കിയ രാഷ്ട്രീയത്തിൽ
അജിത് പവാറിന് അങ്ങനെ ഒരു അവകാശം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കൊടുത്തിട്ടില്ല എന്നാണ്.